വരുന്നവർക്ക് പോകുന്നവർക്കൊക്കെ മുക്കാൻ ഇതെന്താ ഒന്ന് വളരെ അർജന്റാ ചേട്ടാ. നിന്റെ മുഖത്ത് നല്ല ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നുകൂടി വളരെ അർജന്റാ ചേട്ടാ. ഇത് മതി അത് റൊമാൻറ്റിക് ആയിട്ടല്ലോ. നീ ആരാ? ബാലങ്കേനാന്റെ മോനാണോടാ? അതൊക്കെ അന്വേഷിക്കാൻ പോയാൽ കുറെ സമയം പിടിക്കും ചേട്ടാ. ഓ ഇഷ്ടായി. നീ ഫിക്സ്. ഇന്ന് മുതൽ നീ ഇവിടെ താമസിച്ചോ? നമ്മുടെ ട്രൂപ്പിൽ ചേർന്നോ? അല്ല, എന്താ നിന്റെ പേര്? ബാലകൃഷ്ണൻ. പിന്നെ ഈ ഉർവശി തിയേറ്റേഴ്സ് ഒരു കാര്യത്തറവാടായിരുന്നു. ഇവിടെ ഒരു തെക്കിനിയുണ്ട്. അവിടേക്ക് അങ്ങനെ പോവണ്ട. അവിടെ ഒരു കാരണ പ്രേതമുണ്ട്. കേട്ടാ തോന്നണ. അത് കാരണവരിളങ്ങിയതല്ല ചേട്ടാ, എന്റെ വയറിളങ്ങിയതാ. നാറ്റിക്കാതെ പോണ അതാ വഴി. നാളുകൾ കടന്നു. എന്താവും ആ റൂമിൽ? പ്രേതമെല്ലാം വെറും കള്ളമായിരിക്കും. വല്ല നിധിയും കാണും. അതും തട്ടിയെടുത്ത് സ്ഥലപ്പെടാം. ഓ, ഇതിന്റെ അകത്തായിരിക്കും നിധി. ഓഹോ, ഇതാണോ ആ കാരണവരുടെ ഫോട്ടോ? ഇയാളെന്താ മേലേക്ക് ചൂണ്ടുന്നേ? ഇനിയെന്താ നിധി മേലെയാണോ? രക്ഷപ്പെട്ടു. ആ ചെക്കന്റെ കാര്യം പോക്ക. ഇനി ഒരു വഴിയുള്ളൂ. ജാക്കിക്കുട്ടനെ വിളിക്കാം. ഹലോ ജാക്കി, നീ ഇങ്ങോട്ട് വേണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ചിന്ത തോന്നുന്നേ. ഞാൻ സേതുരാമയ്യ ഫ്രം CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ഒരു നാടക ട്രൂപ്പിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. മിസ്റ്റർ, ഞാൻ ബാലകൃഷ്ണന്റെ ഫ്രണ്ടാണ്. അവനെന്തോ അപകടം സംഭവിച്ചെന്നറിഞ്ഞ് വന്നതാ. ചാക്കോ, നോട്ട് ദ സൗണ്ട്. ആ മുറിന്നാണല്ലോ സൗണ്ട് കേട്ടത്. എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. ആ മുറി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ കൂട്ടിയത്. അത് തുറക്കാൻ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടക നടന്നേ കഴിയൂ. ഞാൻ നാടകത്തിലൊന്നും അഭിനയിക്കാറില്ല. എങ്കിൽ ഞാൻ 4 ചോദ്യം ചോദിക്കാം. ചോദ്യം 1, അടുത്ത ബെല്ലോട് കൂടി ആരംഭിക്കുന്നത് എന്ത്? ഓ, എ നാടകം, ബി ക്ലാസ്, സി സിനിമ. ബി ക്ലാസ്. അയ്യേ, എന്നാ രണ്ടാമത്തെ പിടിച്ചോ. ഫിലോമിന, കവിയൂർ രേണുക, ശ്രീവിദ്യ, ഷക്കീല. ഈ 4 പഞ്ചനടിമാരിൽ ഷക്കീലക്കുള്ള വ്യത്യാസം എന്ത്? ഞാൻ പറയാം. തലയിരിക്കുമ്പോ വാലാണെന്ന്. അത് ഇത്രയും മാന്യനായ ഞാൻ അതങ്ങനെ തുറന്നു പറയും. എന്നാലും പറയാം, ആ 4 പേരും ആന്റി മാത്രം. ആന്റി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയെല്ലാം തട്ടിപ്പോയി. എന്നാ അവസാനത്തെ ചോദ്യം പിടിച്ചോ. വരയ്ക്കും എന്തുകൊണ്ട്? എ മൂക്ക്, ബി നാക്ക്,
മൂക്ക്. ഔ, ഇഷ്ടായി. നീ വാതിൽ തുറന്നോ. അമ്മേ. അമ്മേ. അയ്യോ. கதகு துறை கதகு. ஹே சண்டாதா, இன்னைக்கு துர்காஷ்டமி. உங்கள் சன் டிவியில் ஹாலிவுட் திரைப்படம் அம்மாச்சி திரும்பி வந்தாச்சு. എന്നാ നീ ഇപ്പൊ പോ മിസ്റ്റർ സ്വാമി. ഇപ്പൊ പോലെ നിശ്ചയമാ തിരുമ്പി വരുവേ. നിന്നെ കാണുമ്പോ വല്ലാതെ വലുതാണ്ടല്ലോ. ജാക്കി വേഗം വന്നാ മതിയായിരുന്നു. I am Jackie. Sagar alias Jackie. ബാക്കി രണ്ടുപേരും നീ. നീ എന്തിയോടാ അമ്മയുടെ കേമ ചട്ടിക്കുക്ക അയ്യേ ജാക്കിക്കുട്ട കുട്ട. ഞങ്ങളൊരു വലിയ പ്രശ്നത്തില. നീ എങ്ങനെയെങ്കിലും ഞങ്ങൾ സഹായിക്കണം. തെക്കിനിയിലാണ് അവൻ. തെക്കിനിയിൽ കയറിയാൽ നിന്റെ അന്ത്യമായിരിക്കും അവന്റെ കൈകൊണ്ട്. I feel pity on you, Mr. Jackie. Somebody, nobody, everybody, nothing doing. The Godrej washing machine, and one more thing, Mr. Jackie. The Kelvinator Videocon and the tomato sauce of the Indian Penal Code. തെക്കിനിയല്ല പിക്കിനിയല്ല, നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങയായാലും ഈ ജാക്കിക്കൊരെ ഈ ജാക്കിക്കൊരെ എ മൈന ബി ചൈന സി പെന. എനിക്ക് ഈ കേസുകൾ പഠിക്കണം. നിങ്ങളൊന്ന് വിശ്രമിക്കേ. അന്ന് അർദ്ധരാത്രി 12 മണി. Psychiatry. അങ്ങനെയാണെ നമുക്ക് തെങ്ങിനിലേക്കൊന്ന് പോകാം. അവനിപ്പോ പണിപ്പുരയിലായിരിക്കും. എവിടെ? ബാത്റൂമിലോ. കൊല്ലവർഷം 1056. പ്രമാദമായ പുത്തൂരമില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തിറങ്ങിട്ട് സംസാരിക്കാം. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. പ്രമാദമായ പുത്തൂരം വീട്, പടുകൂറ്റൻ ബംഗ്ലാവ്, കാർണവർ പടത്തലവൻ പഴത്തലി വാസുവാഴും 4 കെട്ട്. 1-ാം കെട്ട് ശാരദ, 2 സരള, 3 വരജ, 4 തുളസി. മകൻ ആരോഗ്യമുണ്ട്. ഭാര്യ തുമ്പോലാച്ച. മജ്ജനൻ ചന്ദ്രു. ഇരുവരും കടുത്ത ശത്രുക്കൾ. കണ്ടാലുടൻ അംഗം. ഓർമ്മയുണ്ടോ ഈ പടവലങ്ങ? ഇന്നലെ രാത്രി എന്റെ തോട്ടത്തുനിന്ന് നീ കണ്ടെടുത്തതാണ്. ഇതിനാര് സമാധാനം പറയും? പുത്തൂരം തോട്ടത്തിന്ന് ചീഞ്ഞ പടവലങ്ങ മോട്ടിച്ചവൻ ചന്തു, മത്തം കുത്തി കുമ്പളം മുളപ്പിച്ചവൻ ചന്തു, ഫിസിയോളജി പഠിക്കാൻ കണ്ണിംഗ്ഹാം തുറപ്പതച്ചവൻ ചന്തു, വെട്ടാൻ പോകുന്ന പോത്തിനോട് 50 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചവൻ ചന്തു. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല ആരോഗലെ, ആവില്ല.
ആവും അങ്കക്കച്ച മുറുക്കൂ. തലക്കടി കിട്ടിയ ആരോമലിനെ സംസാര ശേഷി നഷ്ടപ്പെട്ടു. അവശനായ ആരോമലിനെ ശ്രമിക്കുന്നു. എന്താ നാഥ, എന്ത് വേണമെങ്കിൽ ഈ പുത്തൂരെ കുറ്റിയോട് പുത്തൂരെ പുത്രിയോട് പറയുന്നു. എന്താ പീടി വേണോ? ഓ, രണ്ടിന് പോകണമല്ലേ, ഞാൻ കൊണ്ടുവിടാം. ഇങ്ങനെയാണ് തുമ്പോലാർച്ച അവസാനമായി ആരോമലിനെ കണ്ടത്. അവൾ വരപ്പിച്ച ഫോട്ടോ ആണ് നമ്മൾ തെക്കിനിയിൽ കണ്ടത്. ആ ബാത്റൂമിൽ വെച്ച് ആ ചന്തു ആരോമലിനെ ചതച്ച് കുത്തിക്കൊലപ്പെടുത്തി. അതിനുശേഷം അവൻ തുമ്പോലാർച്ചയും കുത്തി, പക്ഷെ കൊലപ്പെടുത്തിയില്ല. കൊലപാതകം നടന്ന സ്ഥലവും സാഹചര്യവും അവനെ ശിക്ഷു സ്വാമിയാക്കി. ചന്തുവിന്റെ പുനർജന്മമാണ് നീ സീതാരാമയ്യ. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോൾ സ്വാമി വയലന്റാകുന്നത്. പുത്തൂരം വീട്ടിലെ തോട്ടക്കാരനായിരുന്നു മത്തായി ചേട്ടൻ. അവന്റെ പാത ഒഴിയാൻ അവൻ ഒരിക്കൽ കൂടി ആ രൂപത്തിൽ നിൽക്കണം. അതിനു മുമ്പ് ബാലകൃഷ്ണൻ അറിയണം അവനൊരു രോഗിയാണെന്ന്. സർവ്വധൈര്യവും സംഭരിച്ച് മത്തായി ചേട്ടൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കും. എടാ ബാല, നീ ഇന്ന് ബാത്റൂമിൽ പോവണ്ട. അതെന്താ മത്തായി ചേട്ടാ ഞാൻ പോയാലേ? നീ പോവണ്ടെന്നല്ലേ പറഞ്ഞേ? അതെന്താ ഞാൻ പോയാല്? നീ പോവണ്ട, അത്ര തന്നെ. വിടമാട്ടെ വിടമാട്ടെ. അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കേയും പോക വിടമാട്ടെ. അയോഗ്യന അയോഗ്യന. ഒരു മിനിറ്റ്. അയോഗ്യനായ നിനക്ക് എവിടെ ധൈര്യം വരുന്ന ഇപ്പോ എൻ കർമ്മനാടി വന്നു. മത്തായി ചേട്ടാ, എനിക്ക് എന്താ പറ്റിയത് മത്തായി ചേട്ടാ? നിനക്കൊന്നുമില്ല ബാല. പറ മത്തായി ചേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? ഇല്ലെന്ന്, നിനക്കൊന്നുമില്ലടാ. ഈ ഒറ്റ വഴിയുള്ളൂ. ഞാൻ എന്റെ നാടക നടി ആരെങ്കിലും തുമ്പോലാർച്ചയുടെ വേഷത്തിൽ കൊണ്ടുവരാം. അവളിലൂടെ നമുക്ക് ബാല ഒളിപ്പിക്കാം. എങ്ങനെയുണ്ട്? ശരിയാണ്. ഈ പഴഞ്ചനൊന്ന് മാറ്റി പിടിച്ചൂടെ? ഇതാ നിന്റെ കൂട്ടുകാരൻ. എല്ലാം ശുഭമായി. താങ്ക് യു മിസ്റ്റർ ജാക്കി. അത്